നമസ്കാരം. അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് തങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജാണോ, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണോ, വീട്ടിലെ മറ്റേതെങ്കിലും ഉപകരണങ്ങളാണോ? ഈ ഭീതിയിലാണ് ഇപ്പോൾ ലെബനനിലെ ജനങ്ങൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ സ്ഫോടന പരമ്പരകൾ അവരെ വല്ലാത്ത ഭീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പേജറുകൾ പൊട്ടിത്തെറിക്കുക എന്ന കേട്ടിട്ടില്ലാത്ത കാര്യം നടന്നിരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 20ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ കൈവശമുള്ള വീട്ടുപകരണങ്ങൾ പോലും ഇപ്പോൾ അവരെ വല്ലാതെ തുറച്ചു നോക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ബെയ്റൂട്ടിലെ പല സ്ഥലങ്ങളിലും സ്വന്തം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വലിച്ചെറിയുന്ന നിരവധി പേരെ കാണാൻ കഴിയും എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. പടക്കം പൊട്ടുന്നത് പോലെ പോക്കറ്റുകൾ കിടന്ന പേജറുകളാണ് മെനഞ്ഞാന്ന് ആദ്യം പൊട്ടിത്തെറിച്ചത്. പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാനെത്തിയപ്പോൾ അവിടെ ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു. ആദ്യ സ്ഫോടനത്തിൻ്റെ ഷോക്ക് മാറും മുമ്പ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങൾ ഇപ്പോൾ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടുകൂടിയാണ് ലെബനീസ് ജനത നോക്കിക്കാണുന്നത്. അതിഭീകരമായിരുന്നു ലെബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ട കാഴ്ചകൾ. ചിതറിയ ശരീരഭാഗങ്ങൾ, പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ, കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആശുപത്രികൾ. ഭയാനകമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും. ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ. തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര വേളയിൽ ഓക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത്. എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കി കൊടുത്ത മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ് ഇവയെല്ലാം. ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഹസൻ ഹർഫൌഷ് ഇതിനൊക്കെ സാക്ഷിയാണ്. ഹർഫൌഷിൻ്റെ വാക്കുകൾ തന്നെ ഭീതി നിറഞ്ഞതാണ്. ബെയ്റൂട്ടിൽ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു ഫർഹൌഷും സഹപ്രവർത്തകരും. പെട്ടെന്നാണ് തുടർച്ചയായ സ്ഫോടന ശബ്ദം മുഴങ്ങുന്നത്. സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ചു. സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് സ്ഫോടനത്തിൽ കത്തുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാക്കളാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലായിരുന്നു നിന്നത്. തുടർന്ന് ഓക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് മാധ്യമപ്രവർത്തകർ കണ്ടത്. നേരത്തെയും താൻ ഇത്തരത്തിൽ പല ആക്രമണങ്ങളും ബെയ്റൂട്ടിൽ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഭീകരാക്രമണം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഫർഹൌഷും പറയുന്നത്. ബെയ്റൂട്ട് നഗരമാകെ ഭീതിയുടെ പിടിയിലാകാൻ പിന്നെ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. വാട്സപ്പുകളിലൂടെ സന്ദേശങ്ങൾ നിരന്തരമായി പരക്കാൻ തുടങ്ങി. സോളാർ പാനൽ, ബാറ്ററി, ഫ്രിഡ്ജ് തുടങ്ങി എന്തും പൊട്ടിത്തെറിക്കാം എന്നായിരുന്നു പല വ്യാജ സന്ദേശങ്ങളിലും ഉണ്ടായിരുന്നത്. ചിലരാകട്ടെ തീപിടുത്തം ഉണ്ടായാൽ അത് അണയ്ക്കുന്നതിനായി അഗ്നിശമന യന്ത്രങ്ങൾ വാങ്ങാൻ പോലും തിരക്ക് കൂട്ടി. ബെയ്റൂട്ടിലെ ഒരു ആശുപത്രിയിൽ താൻ കണ്ട കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് ഫർഹൌഷ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മുഖത്തെ മാംസമെല്ലാം ഇളകിയിട്ട് അവിടെ അസ്ഥികൾ മാത്രം അവശേഷിക്കുന്നു. കൂടാതെ ഈ മനുഷ്യന് അപ്പോഴും ബോധമുണ്ട് എന്ന കാര്യം തന്നെ അമ്പരപ്പിച്ചു എന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നത്. നേരത്തെ തങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയായിരുന്നു. സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസറുള്ള ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് 5000ഓളം പേജറുകൾക്ക് ഇവർ ഓർഡർ നൽകിയത്. ഈ വിവരം മണത്തറിഞ്ഞ മൊസാദെ ഈ മൊബൈലുകളെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പേജറുകളും വാക്കി ടോക്കികളും ഒക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത്. പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഉപകരണങ്ങളാണ് തങ്ങളുടെ കൈവശമുള്ളവ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ലെബനീസ് ജനത. ശരിക്കും മൊസാദയുടെ പ്രധാന ഉദ്ദേശവും ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം. ഭീതിയുടെ മുനയിൽ നിർത്തുക ലെബനീസ് ജനതയെ. എന്നിട്ട് ഹിസ്ബുള്ളയെ പോലുള്ള തീവ്രവാദ സംഘടനയെ ഇനിയും തങ്ങൾ പ്രോത്സാഹിപ്പിക്കണമോ എന്ന് ചിന്തിക്കുക. ഇതായിരിക്കാം ഒരുപക്ഷെ മൊസാദെ നൽകുന്ന സന്ദേശം. ഏതായാലും ലെബനിലെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിൽ തന്നെയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോയിട്ട് സ്വന്തം വീട്ടിലെ മറ്റു ഉപകരണങ്ങൾ പോലും തൊടാൻ അവർ ഭയക്കുന്നു. തെരുവുകളിൽ ഇറങ്ങാൻ പേടിക്കുന്നു. കടകളിൽ ആരും പോകുന്നില്ല. ഏതായാലും ഈ ഒരു 2 ദിവസത്തെ സംഭവ വികാസങ്ങൾ ലെബനീസ് ജനതയെ ആകെ തകർത്തിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.